ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് ഞങ്ങളുടെ ചെറിയൊരു നോമ്പ് തുറയും പിന്നെ നമ്മുടെ ആദിലിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനും ഒക്കെ ആട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പം നമ്മൾ കാനഡയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഫാമിലിയിൽ നിന്നൊക്കെ ഐസൊലേറ്റഡ് ആയിട്ട് വരുമ്പോൾ നമുക്ക് ആകെപ്പാടുള്ളൊരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ വരുന്നത്, ഇതുപോലെ ഓണം, വിഷു, റംസാൻ, ഇതൊക്കെ പിന്നെ ക്രിസ്മസ്, ഇതൊക്കെയാണ് നമ്മുടെ ഒരു സന്തോഷം. അപ്പം ഇത്തവണ ഞങ്ങൾ കരുതി അപ്പം ആദിലിൻ്റെ ബർത്ത്ഡേ വന്നപ്പോൾ നമുക്കെന്നാൽ നോമ്പ് തുറയും കൂടെ സെറ്റാക്കാം. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒന്നും നോമ്പ് എടുത്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഞങ്ങളൊരു നോമ്പ് തുറ സ്റ്റൈലിൽ ഫുഡൊക്കെ സെറ്റാക്കിയിട്ടു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ്, പത്തിരി, ഇടിയപ്പം, പിന്നെ ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ, മുട്ട ഫ്രൈ ചെയ്തെടുത്തത്, പിന്നെ പഴംപൊരി, പായസം, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സും, അത് ആപ്പിൾ, സ്ട്രോബെറി, ഡേറ്റ്സ്, പിന്നെ നമ്മുടെ നന്നാറി സർബത്തും. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നമ്മുടെ നോമ്പുകൾക്ക് വേണ്ടിയിട്ട് സെറ്റാക്കി കേട്ടോ. അപ്പം ആദിലിൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ കൂട്ടത്തിൽ തന്നെ ആകുമ്പം എല്ലാവരും അന്ന് അവൈലബിളും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മാർച്ച് 14 ആണ് ഇത് സംഭവം സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഒരു ഗ്ലിംസ് ഓഫ് ആദിൽസ് ബർത്ത്ഡേ സെലിബ്രേഷൻ കണ്ടാലോ? കീർത്തനയുടെ ബ്രില്യൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയ കത്തില്ലായിരുന്നു മാഡം. അതിന് ബാക്കി കൊണ്ടു പിടിച്ചിട്ടോ എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞിട്ട് ബാക്കിന് കേക്ക് തന്നാ മതി എന്ന് പറഞ്ഞിരിക്കായിരുന്നു. അപ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ ടു യു. പിന്നെ ഞങ്ങൾ ആദിലിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങളെല്ലാവരും കൂടെ ഇത്തവണ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്ത കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഒരു ആപ്പിൾ വാച്ചാണ് ആദിലിന് ഗിഫ്റ്റ് ചെയ്തത്. അപ്പം നേരത്തെ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ടായിരുന്നു സംഭവം. ഞങ്ങൾ സർപ്രൈസായിട്ട് ആദിലിൻ്റെ അടുത്ത് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനല്ല, പകരം നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്ന എന്നുള്ള രീതിയിലായിരുന്നു വിളിച്ചു വരുത്തി കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് ബാക്കിൽ നിന്ന് കേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കീർത്തനത് ഞങ്ങൾക്ക് അന്തസ്സായിട്ട് പൊളിച്ചു തന്നിട്ടുണ്ട്. അപ്പം അതെല്ലാം പറഞ്ഞ് ഇന്ന് എല്ലാവരും കൂടെ ഇന്ന് കീർത്തനയായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം ആദിൽ വാച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. അതിൽ ഭയങ്കര സെൻറ്റിമെൻ്റലായിരുന്നു കേട്ടോ. ആ വാച്ചൊന്ന് തുറന്നു കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്കാണ് എക്സൈറ്റ്മെൻറ്റ് രാഹുലിനായിരുന്നു. ഈ മനുഷ്യന് ആപ്പിളിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പെട്ടി അടക്കം കിട്ടിക്കഴിഞ്ഞാൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ അതിൻ്റെ വാച്ചിൻ്റെ സ്ട്രാപ്പൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും വന്ന് ഹെൽപ്പൊക്കെ ചെയ്തിട്ടോ. ഞാൻ പണ്ടേ ഇതിൽ പ്രോ ആയിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. എന്നതിന് ശേഷം നമ്മൾ കാര്യമായിട്ട് നമ്മുടെ ഫുഡ് അടി പരിപാടിയിലോട്ട് നീങ്ങിയിട്ടോ. നമ്മുടെ ഫുഡ് അവിടെ നമുക്ക് വേണ്ടി എപ്പോഴേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് രാഹുൽ വന്നിട്ട് അതിന് വേറൊരു സ്ട്രാപ്പൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. രാഹുലിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പഴയ സ്ട്രാപ്പ്, ഇത് നീ വെച്ചോ, അതൊരു ഡിഫറെൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡ് അടിച്ചു. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ മട്ടാന്ന് ഫുഡ് അടിച്ച് തീർത്തിട്ടോ. പിന്നെ അപ്പം അത്രയേ ഉള്ളൂ. See you in another video.